ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മനോരമ മാക്സ് ിൽ 5 മലയാള സിനിമകളാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അത് ഏതൊക്കെയെന്നുള്ളതാണ്. അതുകൂടാതെ കങ്കുവ ഇന്ന് സർപ്രൈസ് റിലീസായിട്ടുണ്ട്. അതെങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് കങ്കുവയുടെ അപ്ഡേറ്റ് നോക്കാം. കങ്കുവയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ആമസോൺ പ്രൈമാണ്. പക്ഷേ ആമസോൺ പ്രൈമിലല്ല ഇപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളതാണ്. DCP പ്രിന്റ് ലീക്കായതാണ്. അതായത് ഡിജിറ്റൽ സിനിമ പാക്കേജ് എന്നാണ് DCP എന്നുള്ള ഫുൾ ഫോം വരുന്നത്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ടീമിൻ്റെ അടുത്ത് നിന്നും പിന്നെ നമുക്ക് തിയേറ്ററിലേക്ക് കൊടുക്കുന്ന സംഭവമാണ് DCP എന്നുള്ള സംഭവം. അപ്പം അതാണ് സംഭവം ലീക്കാക്കപ്പെട്ടത്. അതെങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. എന്തായാലും സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. HD പ്രിൻ്റ് അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റിയുള്ള പ്രിൻ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ. എന്തായാലും അടുത്ത ആഴ്ച എന്തായാലും ആമസോൺ പ്രൈമിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ചയായിരിക്കും കൂടുതൽ ക്വാളിറ്റിയുള്ള 4K റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നെക്സ്റ്റ് വീക്ക് ആമസോൺ പ്രൈമിൽ ഒറിജിനൽ പ്രിൻ്റ് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കാണാനുള്ള സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ എന്തായാലും OTT അതായത് ആമസോൺ പ്രൈമിൽ വരുമ്പോൾ കാണുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക എന്നുള്ളത്. തിയേറ്ററിൽ കണ്ട സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല സിനിമ സത്യം പറയുകയാണെങ്കിൽ. കങ്കുവയെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഇതാണുള്ളത്. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന സിനിമകളുടെയും സീരീസുകളുടെയും ഒക്കെ അപ്ഡേറ്റുകൾ ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് അമൽ നീരദ് സംവിധാനം ചെയ്ത ബോഗൺവില്ല എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. നമ്മുടെ കുഞ്ചാക്കോ ബോബൻ, അതുപോലെ തന്നെ ജ്യോതിർമയി, ഫഹദ് ഫാസിൽ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. തിയേറ്ററിൽ വിജയിച്ച സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ട് സോണി ലീവ് ആണ്. കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട് അവർ. ഡിസംബർ മാസം 13-ാം തീയതി മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായിട്ട് സോണി ലീവ് വഴി റിലീസ് ചെയ്യുന്നതാണ് ബോഗൺവില്ല എന്ന സിനിമ. അടുത്തൊരു ഡയറക്റ്റ് OTT റിലീസാണ്. അഗ്നി എന്നാണ് സിനിമയുടെ പേര്. ഹിന്ദി മൂവിയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഫയർ ഫൈറ്റേഴ്സിനെ കുറിച്ചുള്ള കഥയാണ് ഈ സിനിമയിൽ പറയുന്നത്. ഡിസംബർ മാസം 6-ാം തീയതി ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ഓഡിയോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു സീരീസാണ്. തനാവ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഒരു ആക്ഷൻ ത്രില്ലർ സീരീസാണ്. ഹിന്ദി ഭാഷയിൽ സോണി ലിവിൽ ഈ ഒരു സീരീസിന്റെ വോളിയം 2 സെക്കൻഡ് സീസൺ ആണ്. ഡിസംബർ മാസം 6-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഈ ഒരു സീരീസ് മൾട്ടി ഓഡിയോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ ശിവകാർത്തികേയൻ, സായി പല്ലവി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അമരൻ എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നോക്കിയിട്ട് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഡിസംബർ മാസം 5-ാം തീയതി തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ സിനിമയുടെ ലോ ക്വാളിറ്റി പ്രിന്റ് നേരത്തെ ലീക്കാക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഒരു തെലുങ്ക് മൂവിയാണ് മഡ്ക എന്ന് പറഞ്ഞ സിനിമ. ഒരു വരുൺ തേജ് പ്രധാന വേഷം ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയായിരുന്നു. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, ഹിന്ദി, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഡിസംബർ മാസം 5-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. അപ്പം ഇത്രയാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളായിട്ടുള്ള സിനിമകൾ. ഇനി നമുക്ക് മനോരമ മാക്സിൽ 5 സിനിമകളുടെ കമ്മിങ് സൂൺ പോസ്റ്റർ കിടക്കുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് മദനോത്സവം എന്ന് പറഞ്ഞ സിനിമയാണ്. കുറേ ആയി ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തായാലും ഒഫീഷ്യലായിട്ട് അവർ ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വിട്ടില്ല. പക്ഷേ ആമസോൺ പ്രൈമിലും ആണ് ഈ ഒരു സിനിമ. മനോരമ മാക്സ് കൂടാതെ ആമസോൺ പ്രൈമും ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പിന്നെ സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ ഈ ഒരു മാസം, അതായത് ഡിസംബർ മാസത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയത്ത് തന്നെ മനോരമ മാക്സിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അർജുൻ അശോകൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് പല്ലൊട്ടി എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയും അതേപോലെ തന്നെ മനോരമ മാക്സിൽ കമ്മിങ് സൂൺ പോസ്റ്റർ വന്ന് കിടപ്പുണ്ട്. എന്തായാലും ഡിസംബർ മാസം 6-ാം തീയതി ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇന്ദ്രൻസ്, മുരളി ഗോപി എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു കനകരാജ് എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയും കുറച്ച് ദിവസങ്ങളിലായിട്ട് മനോരമ മാക്സിൽ പിന്നെ എന്താ പറയുക കമ്മിങ് സൂൺ പോസ്റ്റർ കിടപ്പുണ്ട്. എന്തായാലും ഡിസംബർ മാസത്തിൽ തന്നെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് അപ്ഡേറ്റുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, സണ്ണി വെയിൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ത്രില്ലർ മൂവിയായിരുന്നു ത്രയം എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമ മാക്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഡിസംബർ മാസം 14-ാം തീയതിയാണ് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഡേറ്റ് കാര്യങ്ങളൊക്കെ അവർ പുറത്തു വിട്ടിട്ട് എന്തായാലും റിലീസ് ചെയ്യും. സർപ്രൈസ് റിലീസുകളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അതേപോലെ തന്നെ വിനയ് ഫോർട്ട് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഫാമിലി എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ഉണ്ട്. മനോരമ മാക്സിൽ ഈ സിനിമയുടെയും കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തു വിട്ടിട്ടുണ്ട്. എന്തായാലും ഈ സിനിമകളുടെ ഒന്നും ഡേറ്റ്, അതായത് റിലീസ് ഡേറ്റ് കാര്യങ്ങളൊന്നും അതുവരെ അവർ പുറത്തു വിട്ടിട്ടില്ല. ഏത് ഫസ്റ്റ് റിലീസ് ചെയ്യുന്നത്, എന്തായാലും മദനോത്സവമായിരിക്കും ഫസ്റ്റ് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്
എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ കുറേ മദനോത്സവം പിന്നെ എന്താ പറയുക അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ കമൻസും പോസ്റ്റ് ഇട്ടിട്ട് കുറച്ചായി. എന്തായാലും നമുക്ക് ഈ മാസം തന്നെ ഈ സിനിമകളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ ഇതുപോലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും